ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടല്ല, നമ്മൾ എന്താണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്രാഫ്റ്റിന് നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതാണ് ഫർ ക്ലോത്ത് നമുക്ക് പല കടയിലും മേടിക്കാൻ കിട്ടും, നമ്മുടെ ഷോപ്പിൽ, പിന്നെ ക്രാഫ്റ്റ് യാർഡിൽ മേടിക്കാൻ കിട്ടും. ഞാനിത് മേടിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് യാർഡിൽ നിന്നാണ്. എനിക്കിതിന് 99 രൂപയായിട്ട് വന്നിട്ടുള്ളൂ, പക്ഷേ റേറ്റ് ഇതിന് ശരിക്കും 150-160 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓഫർ നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത്. അതുപോലെ ഓഫർ നോക്കി മേടിക്കാൻ നോക്കുക. ഇത് ക്രാഫ്റ്റേഴ്സിന് വേണ്ട മസ്റ്റായിട്ടുള്ള കാര്യമാണ്, കാരണം നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും ഇത് ചെയ്യുമ്പോൾ. പിന്നുള്ളത് നമുക്ക് ജൂട്ട് മെയ്റ്റാണ് നമുക്ക് വേണ്ടത്. ജൂട്ട് മെയ്റ്റ് ഞാനിത് ക്രാഫ്റ്റ് യാർഡിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന് ഏകദേശം 110 രൂപയാണ് റേറ്റ് വരുന്നത്. ഓഫർ നോക്കി മേടിച്ചതാണ്. 98 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. നമുക്കിത് ഓൺലൈനിലായിട്ട് മേടിക്കാം, മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാം. പക്ഷേ അതിന് എന്താ പറയുക, ഒരു ക്വാളിറ്റി ഉണ്ടോ നോക്കണം. നിങ്ങൾ നോക്കിയിട്ട് മേടിക്കേണ്ടതായിരിക്കും നല്ലത്. ബെറ്റർ പോയി ക്രാഫ്റ്റ് യാർഡിൽ നിന്ന് മേടിക്കേണ്ടതാണ്. എല്ലാ ക്രാഫ്റ്റ് യാർഡിലും ഉണ്ടാവും. അപ്പോൾ ഇതും വേണ്ട ഒരു കാര്യമാണ്. ഇത് നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തായിട്ട് വേണ്ടത് നമുക്ക് ബ്രിക്സ് വാളാണ്. ഇത് ഏകദേശം എല്ലാ ക്രാഫ്റ്റിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്രാഫ്റ്റ് വീഡിയോയിലായിക്കോട്ടെ എല്ലാത്തിലും കണ്ടിട്ടുണ്ടാവും. ഇത് നിർബന്ധമായിട്ട് മേടിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം ബിഗിനേഴ്സ് ആകുമ്പോൾ ഇത് അത്യാവശ്യം വേണ്ട, എന്നാലും പറ്റുച്ച മേടിക്കാൻ നോക്കുക. ഇത് നമുക്കിങ്ങനെ പശ പോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മേടിക്കുമ്പോൾ പശ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ക്രാഫ്റ്റ് യാർഡിൽ നിന്ന് മേടിക്കാൻ തന്നെ നോക്കുക. ഇത് നല്ല ഒരു ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഇതിന് 99 രൂപയ്ക്കാണ് മേടിച്ചത്. ഇനി നമുക്കുള്ളത് നമ്മുടെ ഫ്ലവേഴ്സാണ്. നിങ്ങൾക്കറിയാം, ഏതൊരു ഫ്രെയിം ആയിക്കോട്ടെ, ഹാമ്പേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് ഫ്ലവേഴ്സ് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുപോലെയുള്ള ഫ്ലവേഴ്സാണ് ഇതിന്. ഈ വൈറ്റ് മേടിച്ച് ഞാൻ 99 രൂപക്കാണ്. ഞാൻ എടപ്പാളിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഓഫറിൽ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതുള്ളത് നമ്മൾ മേടിച്ചത് റോസ്, നമ്മൾ ക്രാഫ്റ്റ് യാർഡിൽ നിന്ന് മേടിച്ചതാണ്. ക്രാഫ്റ്റ് സാധനം മേടിക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ മേടിച്ചതാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമുണ്ട്. 160 റുപ്പീസ് എന്ന് വരുന്നുണ്ട് റേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് മേടിക്കാം, നമുക്കുള്ള സാധനം കൊണ്ട് മേടിച്ചാൽ മതി. അപ്പോൾ ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി വരുന്നത് പോട്ടാണ്. ഇത് നമ്മൾ പലതരം പോട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് കടയിൽ. ഒരു വൈറ്റ് പോട്ടുണ്ട്, പിന്നെ ഈ ഒരു പോട്ടുണ്ട്. ഇതിന് ഞാൻ 88 രൂപ ഒക്കെ മേടിച്ചതാണ്. ഞാൻ ഒക്കെ ഓഫർ നോക്കിയ ടൈമിലാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങളും അങ്ങനെ മേടിക്കാൻ തന്നെ നോക്കുക. പിന്നെ ഇതിന് 110 രൂപ റേറ്റ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ ഓഫറിന് മേടിച്ച് 99 രൂപയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് സേവ് റേറ്റ് വേണം മാത്രം മതി കേട്ടോ, ഇനി അല്ലാണ്ട് ഇപ്പോൾ ഒരാവശ്യങ്ങൾക്ക് വേണ്ട, ഇതധികം വരുന്നില്ല. പിന്നെ ഉള്ളത് ഈ ലീഫാണ്. ലീഫ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് സാധാ വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെച്ചാലും ഭംഗി ഉണ്ടാവണം ഒന്നാണ്. ഇതിന് 45-30 റുപ്പീസ് ഉണ്ട്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടും. അതുപോലെ തന്നെ നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. സൂപ്പർ മാർക്കറ്റിന് മേടിച്ചാൽ 45 രൂപയുടെ റേറ്റ് തന്നെ. ഒരു ലീഫിന് 40 അങ്ങനെ 2 ലീഫ് മേടിക്കുക, അങ്ങനെ കുറേ കിട്ടും നമുക്കത്. അപ്പോൾ അങ്ങനെ മേടിക്കാൻ നോക്കുക. ഇത് നമുക്ക് ഓൺലൈനിലായിക്കോട്ടെ, മീഷോന്നും ഫ്ലിപ്കാർട്ടിനും ഷോപ്സിൽ നിന്നൊക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ ഇതും നിർബന്ധമൊന്നുമില്ല, ബിഗിനേഴ്സിന് നിർബന്ധമുള്ളത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മിററാണ്. മിറർ നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് നമുക്ക് സേവ് റേറ്റൊക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും സൈഡിലൊക്കെ വെച്ചാൽ. അപ്പോൾ മിറർ നല്ല ഭംഗിയുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനത് ബാക്ക്ഗ്രൗണ്ടിലെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത്, അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഇത് ഞാൻ തുടയ്ക്കേണ്ടത് കുറച്ച് മണ്ണെന്തോ പൊടിയായിട്ടുണ്ട് ഞാൻ എടുക്കുമ്പോൾ, അതാണ്. അപ്പോൾ അതും സേവ് റേറ്റോ മാത്രം മതി. പിന്നെ നമ്മൾ നോക്കണത് ഒരു ഹോൾ പഞ്ചാണ്. ഹോൾ പഞ്ച് നമ്മൾ നിർബന്ധം അങ്ങനെയല്ല, നമുക്ക് വല്ല റിംഗ് ആൽബമൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാം. റിംഗ് ആൽബം അതുപോലെ തന്നെ ബുക്ക്ലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കാണിച്ചു തരാം അതെങ്ങനെ വരികയെന്ന് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഹോള് വരും. ഇതിന് 120 റേറ്റ് വരുന്നത്, 130 എത്ര റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതല്ല, ഓൺലൈനിൽ മേടിച്ചതാണ് ഞാനിത്. അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയിൽ ഹോള് വരും. അപ്പോൾ ഇങ്ങനെ ഞാൻ കണാക്കണം നോക്കണ്ട, നിങ്ങളൊരു ലൈനൊക്കെ വരച്ച് സെറ്റാക്കുമ്പോൾ നല്ല ഭംഗിയിൽ വരും കേട്ടോ. പെട്ടെന്ന് കാണിച്ചു തരുമ്പോൾ നോക്കിയതാണ്, ഇത് കാര്യമാക്കണ്ട. അപ്പോൾ ഇത് ഞാൻ ഇതിൽ നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല, റിംഗ് ആൽബം ബിഗിനേഴ്സ് നല്ലോണം വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് മേടിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ക്രാഫ്റ്റേഴ്സും ബിഗിനേഴ്സായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.